ലോക സമുദ്ര ദിനാചരണത്തോടനുബന്ധിച്ച് കോവളം ഉദയസമുദ്രയിൽ സംഘടിപ്പിച്ച ഓഷ്യൻ ലവ് ദി ബ്ലൂ ലൈഫ് പരിപാടി ശ്രദ്ധേയമായി. സുസ്ഥിര സമുദ്ര വിഭവ ഉപയോഗം പ്രോത്സാഹിപ്പിക്കലും സമുദ്ര പരിസ്ഥിതിയുടെ ദീർഘകാല സംരക്ഷണവുമായിരുന്നു പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. UDS ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് സമുദ്ര ഉപഭോഗവും സമുദ്ര സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോവളത്ത് സമുദ്ര ഗവേഷണ മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്ത സെമിനാർ സംഘടിപ്പിച്ചു. UDS ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടി കേന്ദ്ര ടൂറിസം മന്ത്രാലയം റീജിയണൽ ഡയറക്ടർ D. വെങ്കടേശൻ ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര സംഭരണത്തിലൂടെയും അതിഥി വിദ്യാഭ്യാസത്തിലൂടെയും സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ പാചകക്കാരുടെയും ഹോട്ടൽ ഉടമകളുടെയും പങ്ക് എടുത്തു പറയുന്ന ദി ബ്ലൂ ഷെഫ് സംരംഭത്തിന്റെ സ്ഥാപകനും UDS ഗ്രൂപ്പ് CEOയുമായ രാജഗോപാൽ അയ്യർ അവതരിപ്പിച്ചു. കടലിന്റെ ഉള്ളിലെ സംരക്ഷിത ജീവിവർഗങ്ങളെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കില്ലെന്ന തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് രാജഗോപാൽ അയ്യർ പറഞ്ഞു. ബീച്ച് ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ബീച്ച് ക്ലീനിങ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. അല്ല ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും അറിയാം, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മളതിന് പ്രവർത്തിക്കാറില്ല. സോ ഇവിടെ ഇന്ന് ഓഷ്യൻ ഡേ അന്ന് ബ്ലൂ ഷെഫ് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ന്യൂ കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളുടെ കേരളത്തിലിരിക്കുന്ന വലിയ പ്രോപ്പർട്ടീസിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഷെഫ്സൊക്കെ ഇന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ചില സ്പീസീസ്, കടലിൻ്റെ ഉള്ളിലെ ചില സ്പീസീസ്, പ്രൊട്ടക്റ്റഡ് സ്പീസീസ് നമ്മളുടെ ഭക്ഷണത്തിന് ഒരു പാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല, അത് പ്രൊട്ടക്ട് ചെയ്യുന്ന തന്നെ പറഞ്ഞ ഒരു ഡെസിഷൻ എടുത്തിട്ടാണ്. സെമിനാറിൽ CMFRI വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ S, ICAR CIFT ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മാനേജ്മെന്റ് ഡിവിഷനിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ലാലി SJ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. തുടർന്നും സമുദ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഓഷ്യൻ ലവ് ദി ബ്ലൂ ഷെഫ്, IODA, പ്ലാനറ്റ് ഓഷ്യൻ ഫൗണ്ടേഷൻ എന്നിവർ തമ്മിൽ ധാരണാപത്രവും ഒപ്പുവെച്ചു. ഓഷ്യൻ ലവ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം സ്കാൾ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അലക്സ് നിർവഹിച്ചു. ജനം, തിരുവനന്തപുരം.